ശബരിമലയിൽ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ ഭഗവത്ഗീതയിലെ 12-ാമത്തെ അധ്യായത്തിൽ ഭക്തിയോഗത്തിലെ 13ഉം 14ഉം ശ്ലോകങ്ങളിലെ ഒരു ഭാഗമുണ്ടല്ലോ. സകല ജീവജാലങ്ങളോടും ദേഷ്യമില്ലാത്തവനും മൈത്രിയും കരുണയുള്ളവനും അഹങ്കാരരഹിതനും സുഖദുഃഖങ്ങളെ ഒരുപോലെ കണക്കാക്കുന്നവനും ക്ഷമയുള്ളവനും സന്തുഷ്ടനും യോഗനിഷ്ഠയും ആത്മസംയമനവും ദൃഢനിശ്ചയവും മനസ്സും ബുദ്ധിയും എന്നിൽ അർപ്പിച്ചവനുമായ ആരോ അവനാണ് ഭക്തൻ. ഇന്നവിടെ എത്തിയ ഒരു ഭക്തൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വായിക്കാം. പ്രേക്ഷകർ ആദ്യം മനസ്സിൽ കരുതേണ്ടത് സകല ജീവജാലങ്ങളോടും ദേഷ്യമില്ലാത്തവനും മൈത്രിയും കരുണയുള്ളവരുമാണ് ഭക്തൻ എന്ന് പറയുന്നത് ഭഗവത്ഗീതയാണ്. ആ ഭഗവത്ഗീതയിലെ ഭക്തനാണോ ഇന്ന് അവിടെ പ്രസംഗിച്ച ഒരു ഭക്തൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ആ ഭക്തൻ്റെ വാചകം ഞാൻ പൂർണ്ണമായിട്ടും വായിക്കാം. വാചകം ഇങ്ങനെയാണ്: വാവർ തീവ്രവാദിയാണ്, മുസ്ലിം ആക്രമണകാരിയാണ്, അയ്യപ്പനെ ആക്രമിച്ച് തോൽപ്പിക്കാനെത്തിയ ആളാണ്, വാവർ ചരിത്രം തെറ്റ്, വാപുരൻ അഥവാ ശിവൻ്റെ ഭൂതം എന്നതാണ് ശരി. ഭക്തർക്ക് വാപുരസ്വാമിയുടെ നടയിൽ തേങ്ങയിടിച്ച് അയ്യപ്പനെ ദർശിക്കാനുള്ള അവസരമുണ്ടാക്കണം. വാവരെ ശബരിമലയിൽ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ എത്തിയിരിക്കുന്ന ഒരു ഭക്തൻ എന്ന് നമ്മൾ കരുതുന്ന ഒരു സ്വാമി പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അത് പ്രിയപ്പെട്ട പ്രേക്ഷകർ അംഗീകരിക്കുന്നുണ്ടോ? വാവരില്ലെങ്കിൽ ശബരിമല അപൂർണമല്ലേ? ആ വാവരെ മാറ്റണമെന്ന് പറഞ്ഞ് നടത്തിയ സംഗമത്തിന് നിങ്ങൾ എന്തു പേരായിടുക? അത് അയ്യപ്പ ഭക്ത സംഗമമാണോ? അയ്യപ്പൻ്റെ സുഹൃത്തിനെ അവിടെ നിന്ന് മാറ്റണമെന്ന് പറയുമ്പോൾ അത് അയ്യപ്പ സംഗമമാണോ? എന്താണ് അവിടെ യഥാർത്ഥത്തിൽ നടന്നത് എന്നത് പ്രേക്ഷകർ തീരുമാനിക്കുക.